ഇന്ന് രാവിലെ മെക്സവൺ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയുണ്ടായി. മലപ്പുറത്ത് ചേളാരിയിലാണ് പങ്കെടുത്തത്. മെക്സവൺ വ്യായാമ കൂട്ടായ്മയെക്കുറിച്ച് CPM ജില്ലാ സെക്രട്ടറി പരത്തുന്ന വലിയ രീതിയിലുള്ള വർഗീയപരമായ വിദ്വേഷമുണ്ട്. ആ വിദ്വേഷത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അത് വസ്തുതാവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് അതിന് പിന്തുണ കൊടുക്കാൻ പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശപ്രകാരം തന്നെ മലപ്പുറത്ത് ചേളാരിയിൽ ആ മെക്സവൺ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ജാതി മത വർണ്ണ രാഷ്ട്രീയ വിവേചനമില്ലാതെയാണ് ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. CPMൻ്റെ ബ്രാഞ്ച് ഭാരവാഹികളും NCPയുടെയും INLൻ്റെയും സംസ്ഥാന നേതാക്കന്മാരും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും BJPയുടെയും ഒക്കെ ആളുകൾ ഈ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ വ്യായാമ കൂട്ടായ്മ നടത്തിയിരുന്നത് മാലയിട്ട് ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൽ യാതൊരു വിധത്തിലുള്ള ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇതിനെ വർഗീയപരമായി ചിത്രീകരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഇത് അദ്ദേഹം ആദ്യമായി ചെയ്യുന്നതല്ല. അദ്ദേഹം ഇതിനു മുമ്പ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ മാഷാ അള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഒരു ഇന്നോവ കാർ പോയി. അപ്പോഴൊക്കെ നമ്മൾ ആലോചിച്ചാണ് എന്തിനാണ് മാഷാ അള്ള സ്റ്റിക്കർ ഒട്ടിച്ചൊരു ഇന്നോവ കാർ പോകുന്നത്. അന്ന് പാർട്ടി ചാനൽ റിപ്പോർട്ട് ചെയ്തത് ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊട്ടേഷനാണ് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ കൊലപാതകത്തെ വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ വടകര പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഇതേ P മോഹനൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഒരു വർഗീയപരമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആ കാഫിർ സ്ക്രീൻഷോട്ട് ഇവർ ആരോപിക്കപ്പെടുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവായ കാസിം അല്ല ഉണ്ടാക്കിയത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേരളത്തിൻ്റെ പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആരാണ് പിന്നെ ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്? ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് DYFIയുടെ ബ്ലോക്ക് പ്രസിഡൻ്റാണ്. പക്ഷേ ആ DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഞങ്ങളിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അതിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ നടന്നാൽ P മോഹനൻ്റെ വീടിനകത്തേക്ക് അന്വേഷണം ചെല്ലുകയും പ്രതികൾ വീടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മൂന്നാമതായിട്ടാണ് ഇപ്പോൾ ഈ മെക്സവണുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ മെക്സവൺ വിവാദം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇത് പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ആയുധ പരിശീലനം പോലത്തെ ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. ഈ ആയുധ പരിശീലനം പോലെയുള്ള ഈ വ്യായാമ കൂട്ടായ്മ നിർത്തലാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം RSSൻ്റെ ശാഖകളിൽ ദണ്ട് പിടിച്ച് നടത്തുന്ന ആയുധ പരിശീലനമൊന്നും ബഹുമാനപ്പെട്ട P മോഹനൻ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ കേരളത്തിലെ മോഹൻ ഭാഗവത് ആവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ്സിന് പറയാനുള്ളത്. കാരണം മോഹൻ ഭാഗവതിൻ്റെ സ്വഭാവവും മോഹൻ ഭാഗവതിൻ്റെ ഭാഷയുമാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ P മോഹനൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആരോപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്രമേൽ വർഗീയപരമായ പരാമർശമാണ് P മോഹനൻ്റെ ഭാഗത്തു നിന്ന് വിവിധ വിഷയങ്ങളിൽ ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസ് ഈ മെക്സവൺ ഇവിടെ വിപുലീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബേപ്പൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ശ്രീ P മോഹനൻ പറയുന്നത് ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവൃത്തിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളത്തിലെ നേതാവാണോ എന്നത് ശ്രീ P മോഹനൻ വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ് ഈ നാടിനെ വർഗീയമായി ചേരിതിരിച്ചുകൊണ്ട് ഒരു വലിയ വർഗീയ വിദ്വേഷ പ്രചരണം നടത്തി RSSൻ്റെ കോർട്ടിലേക്ക് ഈ ബോൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ മുതൽ സംഘപരിവാർ ഹാൻഡിലുകൾ നടത്തുന്ന പ്രചരണം എന്താണ്? പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഴുവൻ വലിയ ആയുധ പരിശീലനം നടത്തുന്നു, അതിൻ്റെ പേരാണ് മെക്സവൺ എന്നാണ് സംഘപരിവാറിൻ്റെ ദേശീയ ഹാൻഡിലുകൾ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. അത് ഏറ്റെടുത്തിരിക്കുന്ന അമിത് മാളവിയാണ്. എന്ന് പറഞ്ഞാൽ CPM ഇപ്പോൾ മലക്കം മറിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു ബോൾ എടുത്ത് RSSൻ്റെ കോർട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഞങ്ങൾ കളിക്കാനില്ല എന്ന് പറയുന്നത് പോലെയാണ് ശ്രീ P മോഹനൻ ചെയ്തത്. P മോഹനനും കുടുംബവും RSSൻ്റെ സ്പൈയിങ് ഏജൻ്റാണോ എന്ന് യൂത്ത് കോൺഗ്രസിന് സംശയമുണ്ട്. അടുത്ത കാലത്തെ സംഭവ വികാസങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ P മോഹനൻ ഇവിടെ നിരുപാധികം മാപ്പപേക്ഷിച്ച് ഈ വിഷയത്തിൽ മാപ്പപേക്ഷിക്കേണ്ടതാണ്. മെക്സവൺ എന്ന് പറയുന്ന ആ വ്യായാമ കൂട്ടായ്മ അത് ജാതി മത വർഗ രാഷ്ട്രീയ വിവേചനമില്ലാതെ നടത്തുന്നു എന്നാണ്. അത് പ്രോത്സാഹിക്കപ്പെടേണ്ടതൊന്നാണ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അതിന് പിന്തുണ കൊടുക്കുകയാണ്.